Good morning and very warm welcome. Welcome back to the new class. എല്ലാവർക്കും സുഖമാണോ വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, ഇന്നത്തെ നമ്മുടേത് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ആണ്. അതില് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് നിങ്ങളുടെ സെമസ്റ്റർ 2 ബ്ലോക്ക് 1 ഇത് നമുക്ക് റീഡിങ് ആൻഡ് റൈറ്റിംഗില് ബ്ലോക്ക് 2 ആണ് എടുക്കാൻ പോകുന്നത്. ഇന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, സെമിസ്റ്റർ 2 ബ്ലോക്ക് 2 ആണ്. ലാംഗ്വേജ് ഡെവലപ്മെന്റ് പാർട്ട് 1 ആണ്. അതാണ് ഇന്ന് ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത്. ഇത് മൊത്തം ഗ്രാമറിനെ കുറിച്ചാണ്. ആരും വറീഡ് ആകട്ടെ, ഗ്രാമർ മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. വറീഡ് ആകേണ്ട ഒരു ആവശ്യമില്ല ഇവിടെ. ഓക്കെ, ലാംഗ്വേജ് ഡെവലപ്മെന്റ് പാർട്ട് 1 ബ്ലോക്ക് 2 അത് ലാംഗ്വേജ് ഡെവലപ്മെന്റ് പാർട്ട് 1 ആണ് നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഈ യൂണിറ്റ് 1 ഈ പാർട്ട് 2 ലാംഗ്വേജ് ഡെവലപ്മെന്റ് പാർട്ട് യൂണിറ്റ് 1 നമുക്ക് മെയിനായിട്ട് കൈകാര്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാണ്, പാർട്സ് ഓഫ് സ്പീച്ചിനെ കുറിച്ചാണ് ഇതിനകത്ത് പ്രതിപാദിക്കുന്നത്. പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം, എന്നിട്ട് നമുക്ക് കടക്കാം. കാരണം ഗ്രാമർ ഒരുപാട് വാസ്റ്റ് ആണ്. ഇതിൽ നമുക്ക് വളരെ ഷോർട്ടായിട്ടാണ് തന്നിരിക്കുന്നത്. അത് അത്യാവശ്യം നമുക്ക് മനസ്സിലാക്കിയാലേ കുറെയൊക്കെ നമുക്ക് ഗ്രഹിക്കാൻ പറ്റും. പിന്നെ പിന്നീടുള്ളത് നമ്മുടെ സ്വന്തം എഫേർട്ടിലൂടെയൊക്കെ പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഡോണ്ട് വറി, ഞാൻ മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. പാർട്സ് ഓഫ് സ്പീച്ച് ആണ്. പാർട്സ് ഓഫ് സ്പീച്ചിന്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൂടി ഞാൻ തുടങ്ങാം. പാർട്സ് ഓഫ് സ്പീച്ച് 8 അതിനകത്ത് വരുന്നത് നൗൺ, വെർബ്, അഡ്വേർബ്, പ്രോനൗൺ, അഡ്ജക്റ്റീവ്, പിന്നെ വരുന്നത് പ്രിപ്പസിഷൻ, കൺജക്ഷൻ, ഇന്റർജക്ഷൻ, അങ്ങനെ 8 ഇതിനകത്ത് വരുന്നത്. അപ്പൊ ഈ 8 പാർട്സ് ഓഫ് സ്പീച്ച് നിങ്ങൾക്ക് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ ഫോളോയിങ് പേജസിൽ ഈ ചാപ്റ്ററിൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് അധികം അങ്ങനെ പോകുന്നില്ല. നമ്മൾ ചാപ്റ്റർ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഓരോ പാർട്സ് ഓഫ് സ്പീച്ചിനെയും ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക് പാർട്സ് ഓഫ് സ്പീച്ച് ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം. ഓക്കെ, നമുക്ക് ഈ ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് ക്വിക്കലി ഒന്ന് നോക്കാം. നമ്മൾ എന്താണ് ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, നമ്മൾ എന്തൊക്കെയാണ് നേടേണ്ടത്, എന്താണ് ഇത് വരുന്നത്, ലേണിംഗ് ഔട്ട്കം എന്താണ് നമ്മൾ പഠിച്ചെടുക്കേണ്ടത്, എന്താണ് നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത് ഈ ചാപ്റ്ററിൽ നിന്ന്, അതാണ് ഇത് കേട്ടോ. അതിൽ മെയിനായിട്ട് acquire a general insight into the classification of words in the English language. അതായത് ഒരു പൊതുവായിട്ടുള്ള ഒരു ജനറൽ അവയർനെസ്, ഐഡിയ കിട്ടുക എന്നുള്ളതാണ്, പഠിക്കുക എന്നുള്ളതാണ്. അതെന്തിനെ കുറിച്ച്? ക്ലാസിഫിക്കേഷൻ ഓഫ് വേർഡ്സ് ഇൻ ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വേർഡ്സ് ക്ലാസിഫൈ ചെയ്യുന്നതിനെ കുറിച്ചുള്ള അറിവ്, ധാരണ കിട്ടുക എന്നാണ്. പിന്നെ രണ്ടാമതായിട്ട് അവർ ഉദ്ദേശിക്കുന്ന ഈ ചാപ്റ്റർ കൊണ്ട് നിങ്ങൾ ടൈപ്സ് ഓഫ് വേർഡ്സ് ഇൻ ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഐഡന്റിഫൈ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേർഡ്സ്, പലതരത്തിലുള്ള വാക്കുകൾ, ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള വാക്കുകളെ ഐഡന്റിഫൈ ചെയ്യാൻ, നൗൺ ആണോ, വെർബാണോ, അഡ്ജക്റ്റീവ് ആണോ, അഡ്വേർബ് ആണോ, പ്രോനൗൺ ആണോ, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള കഴിവ്. മൂന്നാമതായി familiarize themselves with the proper usage of words. ശരിയായ രീതിയിൽ ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കുന്ന, ഗ്രാമാറ്റിക്കലി കേട്ടോ, ഓറലി അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഗ്രാമാറ്റിക്കലി ശരിയായ രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കുന്ന എങ്ങനെ എന്നതിനെ കുറിച്ചും പഠിക്കാം ഇതിനകത്ത്. പിന്നെ ലാസ്റ്റ് നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് നേടാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാല് നെസസറി നോളജ് ടു ഫ്രെയിം ഗ്രാമാറ്റിക്കലി കറക്റ്റ് സെന്റൻസസ്. എനിക്കറിയാം എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ find it difficult. Most of the people find it difficult to write correct
ഇംഗ്ലീഷ് വിത്ത് കറക്റ്റ് ഗ്രാമർ. ഗ്രാമറാണ് എല്ലാവരുടെയും തലവേദന, മിക്കവരുടെയും, എല്ലാവരുടെയും ഞാൻ ഉദ്ദേശിക്കുന്നില്ല, മിക്ക ആൾക്കാർക്കും ഗ്രാമർ ബുദ്ധിമുട്ടാണ്. അതായത് എഴുതുമ്പോഴും പറയുമ്പോഴും എൻ്റെ ഗ്രാമർ ശരിയാണോ തെറ്റാണോ എന്നുള്ള ഒരു ഭയമുണ്ട്. അതും ഒഴിവായി കിട്ടും, നമ്മൾ എഫേർട്ട് എടുക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് അച്ചീവ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. ഇനി വരുന്നത് ഈ ഇൻട്രൊഡക്ഷനിൽ ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമുക്ക് ഇതിലുള്ളത് തന്നെ നമുക്ക് ഫോളോയിങ് പാരഗ്രാഫിൽ വരുന്നുണ്ട്. അപ്പൊ അതാവുമ്പോൾ ഞാൻ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ. ഇൻ ദി ഇൻട്രിക്കേറ്റ് വേൾഡ് ഓഫ് ലാംഗ്വേജ്. ഇൻട്രിക്കേറ്റ് വേൾഡ് ഓഫ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ വളരെ ഇൻ ദ ഇൻട്രിക്കേറ്റ് വേൾഡ് ഓഫ് ലാംഗ്വേജ്, ഈ ലാംഗ്വേജിന്റെ ഒരു സെക്കൻഡ്. ഓക്കെ മൈ ഡിയർ ഫ്രണ്ട്സ്, ലാംഗ്വേജ് എൻ്റെ ലോകത്ത് സുപ്രധാന പങ്ക് വഹിക്കുന്ന ഒരു പാർട്ടാണ് ഈ ഗ്രാമർ എന്ന് പറയുന്നത്. പാർട്സ് ഓഫ് സ്പീച്ച് സെർവ് ആസ് ദ എസെൻഷ്യൽ കമ്പോണൻസ് ദാറ്റ് ഫോം ദ വെരി ഫൗണ്ടേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതായത് കമ്മ്യൂണിക്കേഷന് സുപ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ് ഇത് പാർട്സ് ഓഫ് സ്പീച്ച്. അതായത് കറക്റ്റ് ഗ്രാമാറ്റിക്കലി ദ കറക്റ്റ് യൂസേജ് ഓഫ് ഗ്രാമർ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കറക്റ്റ് കമ്മ്യൂണിക്കേഷന് ഗ്രാമർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈച്ച് പാർട്ട് ഓഫ് സ്പീച്ച് ഹാസ് എ ഡിസ്റ്റിങ്ക്റ്റ് റോൾ ഇൻ എ സെന്റൻസ്. അതായത് ഞാൻ പറഞ്ഞു 8 പാർട്സ് ഓഫ് സ്പീച്ച് ആണുള്ളത്. അതിൽ ഓരോ പാർട്സ് ഓഫ് സ്പീച്ചിനും അതിൻ്റെതായ ഫങ്ഷൻ ഉണ്ട്. സെന്റൻസിൽ ഓരോ സെന്റൻസിന് അതിൻ്റെതായ റെസ്പോൺസിബിലിറ്റിയും ഫങ്ഷനും ഉണ്ട്. ഹെൽപ്പിംഗ് ടു ക്രിയേറ്റ് മീനിങ്. ഈ പാർട്സ് ഓഫ് സ്പീച്ചിന്റെ സഹായത്തോടെ നമ്മൾ മീനിങ് കറക്റ്റായി, പിന്നെ സ്ട്രക്ചർ, പിന്നെ ഫ്ലോ ഓഫ് ലാംഗ്വേജ്, നല്ല ഒഴുക്കോട് കൂടി എഴുതാനും വായിക്കാനും. Think of them as the building block of every conversation or written text, each contributing its unique function to the overall message. നമ്മളോട് പറഞ്ഞത് നിങ്ങളൊരു ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ട് ഓരോ ഇഷ്ടിക അല്ല കല്ലായിട്ട് കണക്കാക്കാനാണ് പറഞ്ഞേക്കുന്നത്. കോൺവെർസേഷൻ ബിൽഡ് ചെയ്യുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നതാണ് പാർട്സ് ഓഫ് സ്പീച്ച്. അതിൽ ഓരോ പാർട്സ് ഓഫ് സ്പീച്ചും ഓരോ ബ്ലോക്ക് ആയിട്ട് കണക്കാക്കുക എന്നാണ്. അതിന് ഓരോന്നിനും യൂണിക് ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പാർട്സ് ഓഫ് സ്പീച്ചിനും അതിൻ്റെതായ പ്രത്യേക ഫങ്ഷനുകളാണ് ഉള്ളത്. ഫോർ എക്സാമ്പിൾ നൗൺ ഫങ്ഷൻ ചെയ്യുന്ന പോലെയല്ല വേറെ പാർട്സ് ഓഫ് സ്പീച്ച് ഫങ്ഷൻ ചെയ്യുന്നത് ഒരു സെന്റൻസിൽ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അറ്റ് ദ ഹാർട്ട് ഓഫ് ദിസ് സ്ട്രക്ചർ ആർ നൗൺസ്. ഏതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്? അറ്റ് ദ ഹാർട്ട് ഓഫ് ദിസ്, ഈ സ്ട്രക്ചറിൽ, ഈ ബിൽഡിംഗ് സ്ട്രക്ചറിൽ, അതായത് കമ്മ്യൂണിക്കേഷൻ ബിൽഡിംഗ് സ്ട്രക്ചറിൽ മെയിൻ പാർട്ടായിട്ട് വരുന്നതാണ് നൗൺസ് ആൻഡ് വേർബ്സ്, ദ ഡൈനാമിക് ഡിയോ. നൗൺസ് സ്ട്രക്ചർ ഒന്നും കൂടെ പറഞ്ഞുതരാം. അറ്റ് ദ ഹാർട്ട് ഓഫ് ദി സ്ട്രക്ചർ ആർ നൗൺസ് ആൻഡ് വേർബ്സ് ആർ ദ ഡൈനാമിക് ഡിയോ. ഡിയോ എന്ന് പറഞ്ഞാൽ പെയർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിപ്രധാനമായ പങ്ക് വഹിക്കുന്ന 2 സ്ട്രക്ചറാണ് നൗണും വെർബും ഒരു ഇംഗ്ലീഷിൽ സെന്റൻസിൽ. നൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്നുണ്ട് എൻ്റെ എക്സ്പ്ലനേഷൻ. കൂടാതെ ഇത് തന്നെ നമുക്ക് ടോപ്പിക്കായിട്ട് ഫോളോയിങ് പേജസിൽ വരുന്നുണ്ട്. അപ്പൊ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാവേ. ഇവിടെ കുറച്ച് ഷോർട്ടായിട്ടാണ്. Nouns name the people, places, things and ideas we talk about. Noun എന്ന് പറഞ്ഞാൽ naming words are called nouns. Names of place, things, animals, places നെയാണ് nouns എന്ന് പറയുന്നത്. എന്ത് പേരുകളെ സൂചിപ്പിക്കുന്ന എന്തും noun ആണ്. ഓക്കെ, വൈൽ വേർബ്സ് ആർ, വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ്പ്രസ് ആക്ഷൻസ്, ഒക്കറൻസസ് ഓർ സ്റ്റേറ്റ് ഓഫ് ബീങ്. വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻ ആണ്, ചെയ്യുന്ന പ്രവർത്തികളെ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് ബീങ്. സ്റ്റേറ്റ് ഓഫ് ബീങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ സംതിങ് ഈസ് വിത്തൗട്ട് ഷോയിങ് എനി
എനി ആക്ഷൻ, അതാണ് സ്റ്റേറ്റ് ഓഫ് ബീങ്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം വെർബ് എടുക്കുമ്പോൾ, അത് മനസ്സിലാക്കിയിരിക്കണം. കാരണം സ്റ്റേറ്റ് ഓഫ് ബീങ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് വെർബിലാണ് വരുന്നത്, ഞാൻ അത് പറഞ്ഞു തരാം. അപ്പം ഇവിടെ ഇവര് പറഞ്ഞിരിക്കുന്ന നൗണും വെർബും അത്യന്താപേക്ഷിതമാണ്. അത് നൗൺ എന്താന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞു, ഇതിനകത്ത് വെർബും പറഞ്ഞു. ദെൻ ബട്ട് ദ റിച്ച്നെസ് ഓഫ് ലാംഗ്വേജ്, ഈ ലാംഗ്വേജിന്റെ റിച്ച്നെസ്, ആ ഒരു സത്ത് എന്ന് പറഞ്ഞത് വീണ്ടും ആശ്രയിച്ചിരിക്കുന്നത് എന്തിനൊക്കെയാണ്? അഡ്ജക്റ്റീവിന്, അഡ്വർബ്, ഇതൊക്കെയാണ്. ലാംഗ്വേജ് എക്സ്റ്റെൻസ് ബിയോണ്ട് ദിസ്, നൗണും വെർബിലും ഒതുങ്ങുന്നില്ല, വീണ്ടും അത് അഡ്ജക്റ്റീവിലേക്കും അഡ്വർബിലേക്കും ഫ്ലേവർ ആഡ് ചെയ്യാണ്, മോർ ആൻഡ് മോർ ബ്യൂട്ടിഫൈ ചെയ്യാണ് സെന്റൻസ്. ഓക്കെ, ആഡിങ് ഫ്ലേവർ ബൈ ഡിസ്ക്രൈബിങ് നൗൺസ് ആൻഡ് വേർബ്സ്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ വേർഡ്സ് ആറ്റ് ഡിസ്ക്രൈബ് നൗൺസ്, അഡ്വേർബ്സ് എന്ന് പറഞ്ഞാൽ വേർഡ്സ് ആറ്റ് ഡിസ്ക്രൈബ് വേർബ്സ്. ഓക്കെ, അതൊക്കെ പിന്നീട് വിശദമായിട്ട് വരുന്നുണ്ട്, അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി തരാം. Respectively making our speech and writing more vivid and precise. Sorry, I missed a line, I think. With the adjectives and adverbs adding flavor by describing nouns and verbs റെസ്പെക്റ്റീവ്ലി, അതായത് നൗണിനെയും വെർബിനെയും ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് അഡ്ജക്റ്റീവ് അഡ്വേർബ്. കൂടാതെ മേക്കിംഗ് അവർ സ്പീച്ച് ആൻഡ് റൈറ്റിംഗ് മോർ വിവിഡ് ആൻഡ് പ്രിസൈസ്, നമ്മുടെ സ്പീച്ച് കുറച്ചും കൂടെ സ്പീച്ചും റൈറ്റിങ്ങും കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടും ആശയപരമായിട്ടും എഴുതാനായിട്ട് ഇത് സഹായിക്കുന്നു. പ്രോനൗൺസ്, ഇനി അടുത്തതാണ്, അഞ്ചാമത്തെയാണ് പ്രോനൗൺസ്. പ്രോനൗൺസ് സ്റ്റെപ്പ് ഇൻ ടു അവോയ്ഡ് റെപ്പിറ്റേഷൻ. പ്രോനൗൺസിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവർത്തനം ഇല്ലാതാക്കുകയാണ്. എന്ന് ഫോർ എക്സാമ്പിൾ, രാമൻ രാമൻ രാമൻ, രാമൻ ഈസ് എ മാൻ, രാമൻ ഈസ് വെരി സ്ട്രോങ്, രാമൻ ഈസ് റിച്ച്. രാമൻ രാമൻ എന്ന് പറഞ്ഞ് ബോർ അടുപ്പിക്കുന്നതിന് പകരം ആദ്യത്തെ സെന്റൻസ് രാമൻ ഉപയോഗിച്ചിട്ട് നെക്സ്റ്റ് നമ്മൾ ഹീസ്. അപ്പൊ അതാണ് റീപ്ലേസിങ് ദ നൗൺ ആണ് പ്രോനൗൺസ്. അവോയ്ഡ് റെപ്പിറ്റേഷൻ, വിരസത ഒഴിവാക്കാൻ, ആവർത്തന വിരസത ഒഴിവാക്കുന്നതാണ് പ്രോനൗൺസ്. ഇനി ആറാമത്തെ പ്രിപ്പൊസിഷൻ. പ്രിപ്പൊസിഷന്റെ ഡ്യൂട്ടി എന്താണ്? ഗൈഡ് us ത്രൂ ടൈം, പ്ലേസ് ആൻഡ് ഡയറക്ഷൻ. പ്രിപ്പൊസിഷൻ നമ്മളെ എന്തൊക്കെയാ കാണിക്കുന്നത്? പ്രിപ്പൊസിഷൻ നമുക്ക് സമയം കാണിച്ചു തരുന്നു, സ്ഥലം കാണിച്ചു തരുന്നു. ഏതാണ്? ഷീ ഈസ് സിറ്റിംഗ് ഓൺ ദ ചെയർ, her book is on the table, on the desk. അപ്പൊ പൊസിഷൻ കാണിച്ചു തരികയാണ്. പ്രിപ്പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇതിലേക്കാണ് ഗൈഡ് ചെയ്യുന്നത്, ടൈം, പ്ലേസ് ആൻഡ് ഡയറക്ഷൻ. ഞാനിത് ഇൻട്രൊഡക്ഷൻ ആയതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് പോകുന്നത്. നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ഫോളോയിങ് പേജസിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, ഹെൽപ്പിംഗ് ടു എസ്റ്റാബ്ലിഷ് എ റിലേഷൻഷിപ്പ് വിത്ത് സെന്റൻസസ്, അതാണ് പ്രിപ്പൊസിഷന്റെ ഡ്യൂട്ടി. സെന്റൻസും ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും ഉണ്ടാവും. ഞാൻ പറഞ്ഞുതരാം എന്താ. പിന്നെ വരുന്നതാണ് കൺജങ്ഷൻസ്. കൺജങ്ഷൻസ് ആർ ദ കണക്ടേഴ്സ്. കൺജങ്ഷൻസ് ലൈക്ക് സിമെന്റ്, ഇത് അല്ലാതെ യോജിപ്പിക്കുകയാണ്, രണ്ട് സെന്റൻസിനെ യോജിപ്പിക്കുന്ന സെന്റൻസ് വേർഡ്സ് യോജിപ്പിച്ച് സെന്റൻസ്, രണ്ട് ഫ്രേസസിനെയൊക്കെ യോജിപ്പിച്ച് എഴുതുന്നതാണ് കൺജങ്ഷന്റെ ഡ്യൂട്ടി. കണക്ടേഴ്സ് ensuring smooth transition between ideas and interjections brings ideas and interjections. Last one, interjections bring in a burst of emotion or exclamation. Interjection ആണ് ഇതിലെ അവസാനത്തെ പാർട്സ് ഓഫ് സ്പീച്ച്. അതെന്താണ്? ഇന്റർജെക്ഷന്റെ ഉപയോഗം എന്താണ്? ബേസ്റ്റ് ഓഫ് ഇമോഷൻ ഓർ എക്സ്ക്ലമേഷൻ, സർപ്രൈസ്, ഭയം, പേടി, ഇങ്ങനത്തെയൊക്കെ ഇമോഷൻസിനെ പ്രതിനിധീകരിക്കുന്നതാണ് ഇന്റർജെക്ഷൻസ്. ആഡിങ് എക്സൈറ്റ്മെന്റ്, അതിശക്തമായ സന്തോഷം, കഠിനമായ അല്ലാതെ എന്തോ ഓവറായിട്ടുള്ളതിനെ കാണിക്കുന്നതാണ് ഇന്റർജെക്ഷൻസ്. ഓക്കെ, വേർ നീഡഡ് interchange adding excitement or emphasis, എവിടൊക്കെ അതിശയോക്തി വേണ്ടി വരുമ്പോൾ ഉപയോഗിക്കുന്ന പാർട്സ് ഓഫ് സ്പീച്ച് ആണ് ഇന്റർജെക്ഷൻസ്.
last paragraph. Each part of speech plays a pivotal role in crafting clear, effective communication. ഓരോ പാർട്സ് ഓഫ് സ്പീച്ചും പിവോട്ട് എന്ന് പറഞ്ഞാൽ വളരെ സുപ്രധാനമായ പങ്ക് വഹിക്കുന്നു. എന്തിന്? ക്ലിയർ, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനിൽ കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ ഈ പാർട്സ് ഓഫ് സ്പീച്ച് നമ്മൾ വളരെ കൃത്യതയോടും കറക്റ്റായിട്ടും ഭംഗിയോടും കൂടി, അതായത് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ഉപയോഗിച്ചു പോയാൽ മാത്രമേ അതിന് ഒരു ഇഫക്റ്റീവ്നെസ് ഉണ്ടാവുകയുള്ളൂ. ഈച്ച് പാർട്സ് ഓഫ് സ്പീച്ച് പ്ലേസ് എ പിവോട്ടൽ റോൾ ഇൻ ഓരോ ഈ 8 പാർട്സ് ഓഫ് സ്പീച്ചിനും അതിൻ്റെതായ പ്രത്യേക റോളുകളുണ്ട് കമ്മ്യൂണിക്കേഷനിൽ, ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിൽ. വെദർ വി ആർ ടെലിംഗ് എ സ്റ്റോറി, മേക്കിംഗ് ആൻ ആർഗ്യുമെന്റ്, നമ്മളൊരു കഥ പറയുകയാണേലും ആർഗ്യുമെന്റ് നടത്തുവാണേലും ചുമ്മാ ഒരു കോൺവെർസേഷൻ നടത്തുവാണേലും ഒക്കെ ഇത് ആവശ്യമാണ്. അണ്ടർസ്റ്റാൻഡിങ് ദീസ് റോൾസ് നോട്ട് ഓൺലി എൻഹാൻസ് അവർ എബിലിറ്റി ടു കൺവേ മീനിങ് ബട്ട് ഓൾസോ എംപവേഴ്സ് us to wield ലാംഗ്വേജ് വിത്ത് ഗ്രേറ്റർ പ്രസിഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. ഇതൊക്കെ നമ്മൾ എന്തിലേക്കാണ് നയിക്കുന്നത്? നമുക്ക് ഭാഷയിലുള്ള ആ ക്ലാരിറ്റി, അറിവുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇൻ എസെൻസ് the parts of speech are the innocent എന്ന് പറഞ്ഞാൽ കൂടാതെ parts of speech are the essential tools, important tool ആണ്, allow us to construct a world of ideas. ഈ പാർട്സ് ഓഫ് സ്പീച്ച് നന്നായിട്ട് അറിയാതെ, നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റാതെ നമുക്ക് ഇംഗ്ലീഷ് കറക്റ്റായിട്ട് പറയാനോ എഴുതാനോ സാധിക്കില്ല. പാർട്സ് ഓഫ് സ്പീച്ച് ഉപയോഗിക്കേണ്ട കറക്റ്റ് പാർട്സ് ഓഫ് സ്പീച്ച് അതിന്റെ കറക്റ്റ് പൊസിഷനിൽ ഉപയോഗിച്ചാൽ മാത്രമേ മീനിങ്ങും ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമുക്കറിയാം, കുറെ വേർഡുകൾ അറിയാം, നമ്മുടെ സെന്റൻസ് കറക്റ്റ് ആകണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ്, ഇസെൻഷ്യൽ ടൂളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാന്ന് പറയുന്നത്. എന്താ? വേൾഡ് ഓഫ് ഐഡിയാസ്, കൺസ്ട്രക്ട് വേൾഡ് ഓഫ് ഐഡിയാസ്, ഇമോഷൻസ് ആൻഡ് എക്സ്പീരിയൻസ് ത്രൂ ലാംഗ്വേജ്. ഭാഷയിൽ കൂടെ, കമ്മ്യൂണിക്കേഷനിൽ കൂടെ നമുക്ക് നമ്മളുടേതായ ഒരു ഇമോഷൻസും ഐഡിയകളും നിറഞ്ഞ ഒരു ലോകം സൃഷ്ടിക്കണമെങ്കിൽ നമ്മളിത് ഈ പാർട്സ് ഓഫ് സ്പീച്ച് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ ഞാൻ ഈ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു 8 പാർട്സ് ഓഫ് സ്പീച്ച് ആണുള്ളത്. ഓരോ പാർട്സ് ഓഫ് സ്പീച്ചിനെയും കുറിച്ചാണ് ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. 8 എണ്ണം ഉണ്ട്. അപ്പൊ ഓരോന്നിനെയും കുറിച്ച് നമ്മൾ വളരെ ശ്രദ്ധയോടെ പഠിക്കും. ഓക്കെ, 8. ഓക്കെ, കീവേഡ്സിൽ നോക്കും. നിങ്ങളുടെ 8 പാർട്സ് ഓഫ് സ്പീച്ച്: നൗൺ, വെർബ്, അഡ്ജക്റ്റീവ്, നിങ്ങൾക്ക് 8 എണ്ണം ഉണ്ട്. നൗൺ, വെർബ്, അഡ്ജക്റ്റീവ്, അഡ്വേർബ്, പ്രോനൗൺ, പ്രിപ്പോസിഷൻ, conjunction, interjection. 1, 2, 3, 4, 5, 6, 7, 8. ഈ 8 എണ്ണത്തിന്റെ കുറേശ്ശെ ഇൻട്രൊഡക്ഷൻ, കുറച്ച് എന്താണെന്നുള്ളത് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ ഒരു 2-3 വാക്കിൽ പറഞ്ഞിട്ടുണ്ട്. അത് കുഴപ്പമില്ല, നമുക്കിനി ഇത് ഓരോന്നായിട്ട് പഠിക്കാം. 2-3 വാക്യത്തിൽ ഈ ഓരോ പാർട്സ് ഓഫ് സ്പീച്ചിനെയും കുറിച്ച് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകാം. Okay, ready? Are you ready to tackle with grammar? Okay, done. All the best. Okay, let's start with the noun. Noun ആണ് നമ്മുടെ ആദ്യത്തെ വില്ലൻ. പാർട്സ് ഓഫ് സ്പീച്ചിലെ ആദ്യത്തെ ആളാണ് noun. നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പിള്ളേരെ പഠിപ്പിക്കുന്നത്, ഇത് കേൾക്കുന്നതാണ്. നൗൺ എന്താണ്? നൗൺ എന്ന് പറഞ്ഞാൽ is a naming word. ചെറുതാക്കി പറഞ്ഞു, in short, nouns are called naming words. നെയിമിങ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് സെന്റൻസ് വായിക്കുകയോ ചെയ്താൽ അതിൽ പ്രവൃത്തി ചെയ്യുന്ന ഒരാളുണ്ടാവും, ഒരു വസ്തു കാണും, ആരോടാണ് ചെയ്യുന്നതൊക്കെ കാണുകയല്ലേ. അപ്പൊ എങ്ങനെ വന്നാലും നൗൺ അവിടെ ഉണ്ടാവും. അതാണ് നെയിമിങ് വേർഡ്സ് ആണത്. ഓക്കെ, എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. രശ്മി കോളേജ്. രശ്മി is a noun, name of a person. College is a name of a place. Friendship is a name of എന്താ പറയാ, റിലേഷൻഷിപ്പ്. പിന്നെ
നെക്സ്റ്റ് വൺ ബ്യൂട്ടി is also noun. ഈ നൗണുകളൊക്കെ അപ്പം പേഴ്സൺ, പ്ലേസ്, തിങ്സ്, ആനിമൽസ്, അത് കൂടാതെ എല്ലാ പേരുകളും, എല്ലാ തരത്തിലുള്ള പേരുകളും ഒന്നിച്ചു വരുന്നതാണ് നൗൺ. നമുക്ക് ഇവിടെ 4 എക്സാമ്പിൾ തന്നിട്ടുണ്ട്. നമുക്ക് ഇനി നൗണിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാവും എന്താണ് ഈ ബ്യൂട്ടി. ബ്യൂട്ടി സൗന്ദര്യം, പേരല്ലേ അത്. ഫ്രണ്ട്ഷിപ്പ് സുഹൃത്ത് ബന്ധം, കൂട്ടുകെട്ട്, പേരല്ലേ അത്. സുഹൃത്തുക്കൾ നെയ്മല്ലേ. കോളേജ് സ്ഥാപനം, ഓക്കെ, അതാണ് അവിടെ വരുന്നത്. ദീസ് വേർഡ്സ് റെഫർ ടു ദ നെയിം ഓഫ് പേഴ്സൺ, പ്ലേസസ് ഓർ തിങ്സ്. ദേ ആർ കോൾഡ് nouns. എ noun ഈസ് എ നെയിമിംഗ് വേർഡ്. ഇൻ ഷോർട്ട്, വാട്ട് ഇസ് എ noun? ഇത് നിങ്ങൾ മാർക്ക് ചെയ്യുക കേട്ടോ. ഞാൻ മാർക്ക് ചെയ്യുന്നത് പോകുക, എനിക്ക് ഇത് ഡ്രോ ചെയ്ത് കഴിയുമ്പോൾ അതങ്ങ് മാഞ്ഞു പോകുന്നുണ്ട്. അറിയില്ല എന്താ കാരണം. എനിക്ക് ഇതേക്കുറിച്ച് ഇതായി കിട്ടാഞ്ഞിട്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇത് അണ്ടർലൈൻ ചെയ്തിടുക. നൗൺസ് ആർ കോൾഡ് noun ഈസ് എ noun ഈസ് എ നെയിമിംഗ് വേർഡ്. നെയിമിംഗ് അല്ലെങ്കിൽ നെയിമിംഗ് വേർഡ്സ് ആർ കോൾഡ് noun. ഓക്കെ, അങ്ങനെ പഠിക്കാം നിങ്ങൾക്ക്. ഇനി നൗണും നമ്മൾ പറഞ്ഞു, നെയിമിംഗ് വേർഡ്സ് എന്നും നമ്മൾ പറഞ്ഞു. ഇനി നൗൺ അവിടെ തീർന്നില്ല, തുടങ്ങാൻ പോണതേ ഉള്ളൂ. നൗണ് തന്നെ 2 തരത്തിൽ ഇവിടെ പറഞ്ഞേക്കുന്നു. 2 തരത്തിലുണ്ടല്ലോ, കുറെ ഉണ്ട് കേട്ടോ. ടൈപ്സ് ഓഫ് നൗൺസ് കുറെ ഉണ്ട്. അപ്പൊ ആദ്യത്തെയാണ് കോൺക്രീറ്റ് ആൻഡ് അബ്സ്ട്രാക്ട് നൗൺ. ഈ ടൈപ്സ് ഓഫ് നൗൺസിൽ വരുന്ന ആദ്യത്തെ നൗൺ ആണ്. നൗൺ നമ്മൾ പറഞ്ഞു നെയിമിംഗ് വേർഡ്സ് ആർ കോൾഡ് നൗൺ, അതുകൊണ്ടൊന്നും ആയില്ല. പിന്നെ ഇത് ആദ്യത്തെ ടൈപ്പ് ഓഫ് നൗൺ ആണ് കോൺക്രീറ്റ് ആൻഡ് അബ്സ്ട്രാക്ട് നൗൺ. ഈ കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. Nouns are classified as concrete nouns and abstract nouns. Analyze the following sets of nouns. ഓക്കെ, ഈ നൗണിനെ 2 ആക്കി തരംതിരിച്ചിരിക്കുന്നു, കോൺക്രീറ്റ് എന്നും അബ്സ്ട്രാക്ട് എന്നും. നോക്കാം നമുക്ക്. ഇവിടെ സെറ്റ് 1, ബോയ്, മാൻ, ഇന്ത്യ, കേരള, എക്സെട്ര. സെറ്റ് 2, ടെമ്പറേച്ചർ, സ്ലീപ്പ്, പോവർട്ടി, ബ്രൈറ്റ്നസ്, റിയാലിറ്റി, അവയർനെസ്, സാനിറ്റി, എക്സെട്ര. The noun in set 1 are tangible. Look at that. Boy, man, India, Kerala, etc. Tangible എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ഈ ബോയ്, മാൻ, ഇന്ത്യ, കേരള, എക്സെട്ര ടാഞ്ചിബിൾ എന്ന് പറയാം. എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. കാരണം ഒരു ബോയ് ലോ, ഒരു മാനിലോ, ഒരു ഇന്ത്യയിലോ, ഒരു മാനിലോ, ഒരു ബോയിലോ, ഒരു സ്റ്റേറ്റിലോ, ഒരു ജില്ലയിലോ ഒന്നും, ഇത് ഒരു രാജ്യത്തും ഒന്നും ഇത് ഒതുങ്ങി നിൽക്കുന്നില്ല. ഈ നൗൺ അത് കൂടുതലാണ്, അതിൽ കൂടുതലാണ്. പറയാം അതെന്താ. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാല് set 2 do not have a material shape. These nouns which are tangible or have a real physical existence are called concrete nouns. Okay, tangible എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന് നമ്മുടെ ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഡു നോട്ട് ഹാവ് സെറ്റ് 2, ഒന്നാമത്തെ സെറ്റ് 1-ല് ഇറ്റ് ഹാസ് ഗോട്ട് ഹാവ് എ റിയൽ ഫിസിക്കൽ എക്സിസ്റ്റൻസ്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബോയ് എന്ന് പറഞ്ഞാൽ ഫിസിക്കലായിട്ട് പ്രസന്റ് ആണ്. മാൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മാനോ ഉണ്ട്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ അവിടെ രാജ്യം ഉണ്ട്. കേരള അത് ഫിസിക്കലി പ്രസന്റ് ആണ്. അങ്ങനെ ഒരു ഇമാജിനറി അല്ല, അത് ഫിസിക്കലായിട്ട് അവിടെ പ്രസന്റ് ആയിട്ടുള്ളതാണ്. അതേസമയം ഇമാജിനറി ആയിട്ടുള്ള കാര്യങ്ങളെയാണ് അബ്സ്ട്രാക്ട് നൗൺസ്. അപ്പം നമ്മൾ നൗണിനെ 2 ആയിട്ട് തിരിച്ചു, കോൺക്രീറ്റ് നൗൺ എന്നും അബ്സ്ട്രാക്ട് നൗൺ എന്നും. അതിൽ കോൺക്രീറ്റ് നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾ ബോയ്, മാൻ, ഇന്ത്യ, കേരള, എക്സെട്ര. കാരണം അത് ഫിസിക്കലായിട്ട് പ്രസന്റ് ആയിട്ടുള്ള വസ്തുക്കളാണ്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പറ്റാത്ത
വസ്തുക്കൾ കാണാൻ പറ്റാത്ത നൗണിനെയാണ് അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ കാണാൻ പറ്റിയല്ലോ, ഉറക്കം കാണാൻ പറ്റുമോ, പോവർട്ടി ദാരിദ്ര്യം കാണാൻ പറ്റുമോ, ബ്രൈറ്റ്നസ് ഇതൊക്കെ പേരുകളല്ല, കാണാൻ പറ്റിയല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. അതാണ് ദോസ് നൗൺസ് വിച്ച് ഡു നോട്ട് ഹാവ് എ മെറ്റീരിയൽ ഷേപ്പ് ബട്ട് റെഫർ ടു ഫീലിങ്സ്, ഐഡിയാസ് ഓർ ക്വാളിറ്റീസ്. ഞാൻ പറഞ്ഞു ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമെന്ന്. അത് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. എക്സ്റ്റെൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാ ബോയ് അല്ല, കുറെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഇവിടെ അതല്ല വരുന്നത്. ഇവിടെ ശരിക്കും ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ ഫിസിക്കലി പ്രസന്റ് ആണ്, കാണാൻ പറ്റും, തൊടാൻ പറ്റും, കേൾക്കാൻ പറ്റും. അതാണ് കോൺക്രീറ്റ് ആയിട്ടുള്ളത്. അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, അതാണ് അബ്സ്ട്രാക്ട് നൗൺ. അപ്പൊ നൗണിനെ നമ്മൾ നൗണ് naming words are called nouns. Nouns are first we said concrete and abstract nouns. And concrete എന്ന് പറഞ്ഞാൽ which we can see and touch. Abstract എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം, we cannot see or we cannot see. അങ്ങനത്തെ ഇതാണ്, കാണാൻ പറ്റാത്ത വസ്തുക്കളാണ് അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. ഇനി കോൺക്രീറ്റ് nouns are classified into 4 types. Again, concrete nouns are classified into concrete and abstract. വീണ്ടും കോൺക്രീറ്റിനെ 4 തരംതിരിച്ചിരിക്കുകയാണ്. കോൺക്രീറ്റ് nouns are classified into 4 types. Proper noun, common noun, collective noun, material noun. ശ്രദ്ധിക്കണേ, ഇതാണ് കോൺക്രീറ്റ്. കോൺക്രീറ്റ് nouns are classified into proper noun, common noun, collective noun and material noun. ഇനി ഓരോന്നും നമുക്ക് നോക്കാം എന്തായിരുന്നു. ഓരോന്നും 1 by 1 എടുത്ത് നോക്കാവേ. പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞ നെയിം ഓഫ് എ പർട്ടിക്കുലർ പേഴ്സൺ ഓർ പ്ലേസ്. പ്രത്യേകതയുള്ള പേരുകളും സ്ഥലങ്ങളും ഒരെണ്ണം മാത്രമുള്ളത്, അങ്ങനെ പറയുന്നതാണ് പ്രോപ്പർ നൗൺ എന്ന് ഉദ്ദേശിക്കുന്നത്. പേരുകളൊക്കെ പ്രോപ്പർ നൗണിൽ വരുന്നതാണ് കേട്ടോ. അപ്പൊ ഗാന്ധിജി, ഇന്ത്യ, രാമൻ, സീത ഇതൊക്കെ പ്രോപ്പർ നൗൺസ് ആണ്. പേരുകൾ, ഏത് പേരും പ്രോപ്പർ നൗൺസ് ആണ്. ഓക്കെ, അപ്പൊ കോമൺ നൗൺ എന്ന് വരുന്നത് നെയിംസ് യൂസ്ഡ് ഇൻ കോമൺ ടു ഡിസ്ക്രൈബ് എ പേഴ്സൺ ഓർ തിങ് ബിലോങ്ങിങ് ടു ദ സെയിം ക്ലാസ് ഓർ കൈൻഡ്. മാൻ, അതില് മാൻ എന്ന് ഉദ്ദേശിക്കുമ്പോ ഏത് മാൻ, അതിനകത്ത് ക്ലാസിഫൈ ചെയ്യുന്നില്ല, അത് മാൻ, സാധാരണ ഒരു മനുഷ്യൻ. ഓക്കെ, അതാണ് കോമൺ ആയിട്ട് അവിടെ. അതേസമയം ഈ മാൻ്റെ ഇയാളുടെ പേര് പറയുകയാണെങ്കിൽ അത് പ്രോപ്പർ നൗൺ ആയി മാറിയാണ്. ഇവിടെ മാൻ എന്ന് പറഞ്ഞു, മനുഷ്യന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ടീച്ചർ, അധ്യാപിക, ഏതധ്യാപിക ഒന്നും പറഞ്ഞിട്ടില്ല. കോമൺ ആയിട്ട് ഒരു ടീച്ചർ. നേഷൻ, കോമൺ ആയിട്ട് ഒരു നേഷനെ കുറിച്ച്. സിറ്റി, കോമൺ ആയിട്ട് ഒരു സിറ്റിയെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. ഇത് പേര് പറയുമായിരുന്നെങ്കിൽ ഇത് പ്രോപ്പറായി മാറിയേനെ. അപ്പം concrete nouns are classified into 4 types: proper noun, common noun. ഈ രണ്ടെണ്ണം നമ്മൾ കണ്ടു കഴിഞ്ഞു. മൂന്നാമത്തെയാണ് കളക്റ്റീവ് നൗൺ. കളക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിനെയാണ് കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. നെയിം ഓഫ് എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ഓർ തിങ്സ് called collective noun. For example, crowd, team, government, ജനക്കൂട്ടം. ഓക്കെ, ടീം, കളിക്കാരുടെ ടീം. പിന്നെ കളക്റ്റീവ് നൗൺ, ഇവിടെ നമ്മൾ ആരുടെയും പേര് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. അപ്പൊ അത് കളക്റ്റീവ്, ഒരു ഗ്രൂപ്പായിട്ടാണ് പറയുന്നത്. ഒരു കൂട്ടം കളിക്കാർ, അല്ലെങ്കിൽ ജനസാഗരം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ക്രൗഡ്. അപ്പൊ അതിനെ കളക്റ്റീവ് നൗൺ ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. നാലാമത്തെ ടൈപ്പ് ഓഫ് കോൺക്രീറ്റ് നൗൺ ആണ് മെറ്റീരിയൽ നൗൺ. Name of material, substances or a thing. For example, coir, soil, wood, gold. എന്ത് സാധനം, കയറ്, മണ്ണ്, തടി, സ്വർണം, വെള്ളി, ഇങ്ങനത്തെ എന്ത് സാധനം മെറ്റീരിയൽ നൗൺസ് ആണ്. അതിന് ജീവനില്ല, നമുക്കറിയാം. മെറ്റീരിയൽ സാധനങ്ങൾ, വസ്തുക്കൾ, അതാണ് മെറ്റീരിയൽ നൗൺസ്. ഓക്കെ, ഇനി നമ്മള്
നമ്മൾ ആദ്യം പറഞ്ഞ നൗണിനെ നമ്മൾ രണ്ടായി ആദ്യം തിരിച്ചു. അത് രണ്ടെണ്ണമാണ് അബ്സ്ട്രാക്ട് എന്നും കോൺക്രീറ്റ് നൗൺ എന്നും. അബ്സ്ട്രാക്ട് നൗണിനെ കാണപ്പെടാത്ത നൗണുകളെയാണ് അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത്. കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് തൊടാം, കാണാം, അങ്ങനെയുള്ള നൗണിനെ കോൺക്രീറ്റ് നൗൺസ് എന്ന് പറയുന്നു. കോൺക്രീറ്റ് നൗൺസിനെ വീണ്ടും നാലായി തിരിച്ചു. പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, കളക്റ്റീവ് നൗൺ, മെറ്റീരിയൽ നൗൺ. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ നൗൺസ്. കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ നൗൺസ്, എണ്ണാൻ പറ്റുന്നതും എണ്ണാൻ പറ്റാത്തതുമായ നൗണുകൾ. Countable nouns are those nouns which can be counted and have a plural form. Countable nouns എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണാൻ പറ്റും, അതിന് ഒന്നിൽ കൂടുതൽ ഉണ്ടാകും. അങ്ങനെയുള്ള നൗണിനെയാണ് കൗണ്ടബിൾ എന്ന് പറയുന്നത്. They are preceded by a, an, or the. Okay. ഒന്നും കൂടെ പറഞ്ഞുതരാം. കൗണ്ടബിൾ നൗൺസ് ആർ ദോസ് നൗൺസ് വിച്ച് ക്യാൻ ബി കൗണ്ടഡ് ആൻഡ് ഹാവ് എ പ്ലൂറൽ ഫോം. കൗണ്ടബിൾ നൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റും, അവ ഒന്നിൽ കൂടുതലും ആയിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള നൗണുകൾ എഴുതുമ്പോൾ നമ്മൾ അതിന് മുന്നോടിയായിട്ട് ചേർക്കേണ്ട ആർട്ടിക്കിൾസ് ആണ് എ, ആൻ, ഓർ ദ. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒന്നിൽ കൂടുതൽ വരുമ്പോ ഈ നൗണിന്റെ മുമ്പിലായിട്ട് ഒന്നിൽ കൂടുതലോ നൗണിന്റെ മുമ്പിൽ നമ്മൾ എഴുതേണ്ട, കൗണ്ടബിൾ നൗണിന്റെ മുമ്പിൽ നമ്മൾ ചേർക്കേണ്ട ആർട്ടിക്കിളാണ് എ, ആൻ, ഓർ ദ. ഓക്കെ, എക്സാമ്പിൾ ഇവിടെയുണ്ട്. ദർ ഈസ് ആൻ ആപ്പിൾ ഓൺ ദ ടേബിൾ. എന്തുകൊണ്ടാണ് ആൻ ഇവിടെ ഉപയോഗിച്ചത്, എ ഇവിടെ ഉപയോഗിക്കുന്നത്, ദ ഇവിടെ ഉപയോഗിക്കുന്നത്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ചർച്ച ചെയ്യാം. അത് തന്നെ ഒരു ടോപ്പിക്കാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ എല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും. ഇതിൽ തന്നിരിക്കുന്ന ഓർഡറിൽ അങ്ങ് നീങ്ങാം കേട്ടോ. അപ്പം കൗണ്ടബിൾ നൗൺസും അൺകൗണ്ടബിൾ നൗൺസും, ഇതിൽ കൗണ്ടബിൾ നൗൺസ് വിച്ച് ക്യാൻ ബി കൗണ്ടഡ് ആൻഡ് ഹാവ് എ പ്ലൂറൽ ഫോം. പ്ലൂറൽ ഫോം എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഉണ്ടാവും കൗണ്ടബിൾ നൗൺസ് എഴുതുമ്പോൾ എപ്പോഴും അതിന്റെ മുന്നോടിയായിട്ട് ആ നൗണിന്റെ മുമ്പിലായിട്ട് നമ്മൾ എ, ആൻ, ഓർ ദ ചേർത്തിരിക്കണം. എക്സാമ്പിൾ ആണ് ദർ ഈസ് ആൻ ആപ്പിൾ ഓൺ ദ ടേബിൾ. നെക്സ്റ്റ് എക്സാമ്പിൾ ആണ് ദ ലയൺ ഈസ് ദ കിങ് ഓഫ് ദ ഫോറസ്റ്റ്. ഓക്കെ, ദ രാജാവ് ലയൺ ആണ് കാട്ടിലെ രാജാവ്. എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി അൺകൗണ്ടബിൾ നൗൺസ് ആർ ഇമ്പോസിബിൾ ടു കൗണ്ട്. അൺകൗണ്ടബിൾ നൗൺസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൗണ്ട് ചെയ്യാനേ സാധിക്കില്ല. ഇമ്പോസിബിൾ ടു കൗണ്ട് ആസ് ദി റെപ്രസെന്റ് അബ്സ്ട്രാക്ട് ഐഡിയാസ് ലൈക്ക്. ഇത് അബ്സ്ട്രാക്ട് ഐഡിയാസ് ലൈക്ക് വിസ്ഡം, അറിവ്, നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഫൺ, തമാശ കൗണ്ട് ചെയ്ത് പറയാൻ പറ്റുമോ? ഇല്ല. They do not have any plural form. ഈ അൺകൗണ്ടബിൾ നൗണിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് അതിന് പ്ലൂറൽ ഉണ്ടാകില്ല. കൗണ്ടബിൾ നൗണിന് പ്ലൂറൽസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ വരും, അപ്പൊ പറയാം, നമുക്ക് അതേക്കുറിച്ച് പിന്നീട് പറയാം. അപ്പം ഈ അൺകൗണ്ടബിൾ നൗൺസിന് പ്ലൂറൽ ഫോം ഉണ്ടാകില്ല. They are also preceded by a and or the. Some common examples of the same are. വീണ്ടും അൺകൗണ്ടബിൾ നൗൺസിന് മുമ്പിലും നമ്മൾ ഇതേ ആർട്ടിക്കിൾ ഉപയോഗിക്കണം. എ, ആൻ, ഓർ ദ ഉപയോഗിക്കണം. An advice, an applause, a baggage, a weather, a work, a money, mud, conduct, എക്യുപ്മെന്റ്, ഫുഡ്വെയർ, ഇതൊക്കെ അൺകൗണ്ടബിൾ നൗണിൽ വരുന്ന എക്സാമ്പിളുകളാണ് കേട്ടോ. ലഗേജ്, ന്യൂസ്, പോയട്രി, പ്രോഗ്രസ്, മ്യൂസിക്, മിൽക്ക്, ഇതൊക്കെ നൗണാണ്. ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊക്കെ പേരുകളല്ലേ, ഇതൊക്കെ നൗണാണ്. ഇത് അൺകൗണ്ടബിൾ നൗണിലാ വരുന്നത്. എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല ഇതൊന്നും. അതുകൊണ്ടാണ് ഇത് അൺകൗണ്ടബിൾ നൗണിൽ വരുന്നത്. ഇതൊന്നും പ്ലൂറൽ അല്ല. ഇതിന് വി ഡു നോട്ട് ഹാവ് എനി പ്ലൂറൽ ഫോം. നമ്മൾ അഡ്വൈസസ് അങ്ങനെ പറയത്തില്ല, തെറ്റാ. അപ്ലോസസ് അങ്ങനെ പറയില്ല, അതും തെറ്റാ. ബാഗേജസ്, ഒന്നിനും നമുക്ക് പ്ലൂറൽ ഫോം ഇല്ല. അത് പ്രത്യേകം മനസ്സിൽ വെക്കണം. കാരണം പല സ്ഥലത്തും നിങ്ങൾ കാണും തെറ്റിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് എഴുതി വെക്കുന്നത്.
പല വ്യക്തികളും തെറ്റായിട്ട് ചെയ്യാറുണ്ട്. അപ്പം പ്രത്യേകം നിങ്ങൾ ലഗേജസ്, മൈ ലഗേജസ് റോങ് ആണ്. മൈ ലഗേജ് അവിടെ പ്ലൂറലിന്റെ ആവശ്യം വരുന്നില്ല. അൺകൗണ്ടബിളിന് അവിടെ എത്ര ലഗേജ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അതിന് പ്ലൂറൽ ആവശ്യം വരുന്നില്ല, എസ് ചേർക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. അപ്പം നമ്മൾ രണ്ടാമത്തെ പഠിച്ചതാണ് കൗണ്ടബിളും അൺകൗണ്ടബിളും. കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്നത്. അതിന് മുമ്പിലായിട്ട് നമ്മൾ എ ആൻഡ് ഓർ ദ ചേർക്കണം. അത് എപ്പോഴും പ്ലൂറൽ ഫോമിലായിരിക്കും, ഒന്നിൽ കൂടുതലാണെങ്കിൽ കേട്ടോ. പിന്നെ അൺകൗണ്ടബിൾ നൗൺ എന്ന് പറയുന്നത് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല. അതും എപ്പോഴും അതിന്റെ മുമ്പിൽ പ്രൊസീഡഡ് ബൈ, അതിന്റെ മുമ്പിലായിട്ട് നമ്മൾ എ ആൻ ഓർ ദ ചേർത്തിരിക്കണം. അത് നമുക്ക് ഒരിക്കലും പ്ലൂറൽ ഫോമിൽ ആയിരിക്കില്ല. ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കണേ. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.